അസ്സലാമു അലൈക്കും. എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ തുടർന്ന് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്ക് ചെയ്യുക, ആളമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട നല്ല അഭിപ്രായങ്ങൾ മാത്രം, ആരും തെറി പറഞ്ഞ അഭിപ്രായം എഴുതുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. അതുകൊണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചെങ്കിൽ, മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ സഹോദരി ജാമിദ ടീച്ചർ ഒരു വീഡിയോ ഇറക്കിയിട്ട്, അത് ഇതിന് മുമ്പ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴെന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ ഈ ഹജ്ജ് കഴിഞ്ഞ സന്ദർഭത്തിൽ ഹജ്ജിനെ ഒരുപാട് പരാമർശിച്ചിട്ട് വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇറക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇറക്കുന്നതാണ്. ഞാൻ അവളെ പറ്റി അങ്ങനെ ഇറക്കിയിട്ടൊന്നുമില്ല. കാരണം വെച്ചെങ്കിൽ ആരെങ്കിലും എന്തും പറഞ്ഞ് നമ്മൾ മറുപടി പറയുന്നത് കാരണം നടക്കില്ല. കാരണം ഇത് ഒന്നും മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ പരിഹസിച്ചിട്ട് ഓൾ പറയുന്ന വാക്കൊന്നും നിങ്ങൾ കേൾക്കും. എന്നാലും ഇന്നും വളരെ വ്യാപകമായി തന്നെ ഈ അന്ധവിശ്വാസം മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നും പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മുസ്ലിം പോലും അതിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഒരാൾക്ക് മതത്തിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ എന്ത് ആഭാസങ്ങളും എന്ത് വൃത്തികേടുകളും എന്ത് അന്ധവിശ്വാസങ്ങളും ചെയ്യാം, അതിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന ചിന്തയല്ലേ ഇവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ശരീരത്തിൽ ചെയ്യുന്ന ഈ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ ആധുനിക സമൂഹം ഇനിയും പ്രാപ്തരാകേണ്ടതുണ്ട്, ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതായത് പ്രായപൂർത്തിയായതിനു ശേഷം അവർക്ക് അനിവാര്യമാണെന്ന് തോന്നുന്നെങ്കിൽ അവരത് ചെയ്തോട്ടെ, ഒരു വിഷയമില്ല. ഈ നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എതിര്. അതായത് ലിംഗാഗ്ര ചർമ്മം നീക്കം ചെയ്യുന്ന ആചാരം കുട്ടിയുടെ മനുഷ്യാവകാശത്തിലുള്ള ഇടപെടലാണ്, കടന്നുകയറ്റമാണ്. ഒരു മെഡിക്കൽ ഡോക്ടർ പറയാതെ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ കോടതിയിലാണ് പോകേണ്ടത്. ശരിക്കും ഇസ്ലാം മത വിശ്വാസികള് എത്ര പേരതിനെ പിന്തുണയ്ക്കും എന്നൊന്നും എനിക്കറിയില്ല. ഞാനിതിനെ വിമർശിക്കാനുള്ള കാരണം ഖുർആനിലുമില്ല ഹദീസിലുമില്ല. ഇനി ഖുർആനിലും ഹദീസിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ അതിനെ അനുകൂലിക്കില്ല, അത് വേറെ. ഇപ്പൊ ഈ ഇസ്ലാമിസ്റ്റുകള് ഇതിങ്ങനെ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ടല്ലോ, ഇതിനിവർക്ക് എന്ത് തെളിവാണുള്ളത്? ഇസ്ലാമില് ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിലാകെ 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് ഇബ്രാഹിം നബിയുടെ വെട്ടി എന്നുള്ളതല്ലാതെ, ആ ഒരൊറ്റ ഹദീസ് അല്ലാതെ, അതും 80-ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ ഇവർ ഈ ചെയ്യുന്നതില് ഏത് തരത്തിലുള്ള ഇസ്ലാമികമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്? ആൺകുട്ടികളിലെ ചേലാകർമ്മം, അത് മതപരിവർത്തനത്തിന്റെ പ്രാകൃതമായ ഒരു രൂപം മാത്രമാണ് ഈ ചേലാകർമ്മം. കേട്ടില്ലേ? ഇതാണ് അവൾ നമ്മളെ പരിഹസിച്ച് പറയുന്നത്. ഈ പരിഹസിച്ച് പറയുന്നതിൽ മറ്റൊന്ന് നോക്കണം. ഇവൾ പറഞ്ഞത് കേട്ടില്ലേ? ഈ പ്രവാചകനെ പോലും അവഹേളിച്ചിട്ടും മതവിശ്വാസത്തിൽ വിശ്വാസം പോലും ഇല്ലാതെയാണ് ഇവൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഈ ഇസ്ലാം കാണിച്ച അതിനെ കൊണ്ടുള്ള ഗുണം, ഒരു വിദഗ്ധമായി പഠിച്ച ഒരു ഡോക്ടർ ചില ആളുകൾ കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് കേൾക്ക് ഒരു ഡോക്ടർ പറയുന്നത്. മരിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ വേദന അനുഭവപ്പെട്ടു, അതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഈ വിവരം മനസ്സിലാക്കിയ ഡോക്ടർ ഒരു സർക്കംസിഷൻ നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ബന്ധുക്കളും ചോദിച്ചു, എന്താണ് ഡോക്ടറെ നിങ്ങളുടെ ഫൈൻഡിങ്സ് എന്താണ് ഇതിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇദ്ദേഹത്തിന് അഗ്രചർമ്മം കുറച്ച് ടൈറ്റാണ്, ഫൈമോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, പാർഷ്യൽ ഫൈമോസിസ്. അതിനൊരു സർക്കംസിഷൻ, അഗ്രചർമ്മം മുറിച്ച് കളയുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു OP പ്രൊസീജിയറാണ്, രാവിലെ ചെയ്തിട്ട് ഉച്ചയാകുമ്പോൾ വീട്ടിൽ പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്ന് ചെയ്യുന്നത് നല്ലതാണെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ പെട്ടെന്ന് ഈ വ്യക്തി, രോഗിയായിട്ട് വന്ന വ്യക്തി പറയുകയാണ്, അതിന് ഞാൻ മുസ്ലിമൊന്നുമല്ല അത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഇത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്നതല്ല. മുസ്ലിങ്ങൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നു, അഗ്രചർമ്മം മുറിച്ച് കളയുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മത ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ മെഡിക്കലി ഇത് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് ഈ അഗ്രചർമ്മം പുറകോട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അത് വേദനാജനകമാകും. കണ്ടില്ലേ എന്താ ഡോക്ടർ പറഞ്ഞത്? ജീവിതത്തിൽ ഒരു ഭാര്യാഭർത്താവായി ജീവിക്കുമ്പോൾ അതിന് ഒരുപാട് സുഖം കൊടുക്കുന്നവരാണ്. ഇതിപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്കെന്ന് പറയുന്നു,
നമ്മളെ വടക്കേ ഇന്ത്യയിൽ ഒരു സന്യാസി നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സന്യാസി പറയുന്നത് ഇവർ ചേലാകർമ്മം ചെയ്യുന്ന നിരോധിക്കണം. ഇതിനു വേണ്ടി ചേലാകർമ്മം ചെയ്ത ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീ ബന്ധപ്പെട്ടെങ്കിൽ ഓള് ആ മതത്തിലേക്ക് പോകാതിരിക്കില്ലാണ്. ഇത് ഞാൻ വീഡിയോ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ തിരഞ്ഞു നോക്കി കാണാൻ പറ്റും. ഒരു സന്യാസി പറഞ്ഞ ഒരു വാക്കാണത്. മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യുന്നതുകൊണ്ട് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ പുരുഷനെ ഒരു ഹിന്ദുസിന് വിടൂല എന്ന് പറഞ്ഞ സന്യാസി ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത്. എന്താ പറയാൻ കാരണം? ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ. കാരണം ഈ ചേലാകർമ്മം ചെയ്തിട്ട് ഉള്ള ആ ജീവിതം ഉണ്ടല്ലോ, അത് ദാമ്പത്യത്തിൽ വലിയ ഗുണമുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇതിപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും പരീക്ഷിക്കാൻ പറയുന്നതല്ല, ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തന്നെയുള്ളൂ സംഭവം ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഒന്ന് കുട്ടികൾ ചേലാകർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഇവൾ പറഞ്ഞല്ലോ. ആ കുട്ടികൾ ചേലാകർമ്മം ചെയ്യുന്നതിനെപ്പറ്റി ഒരു വനിതയായ ഒരു ഡോക്ടർ, വിദഗ്ധമായ ഒരു ഡോക്ടറാണത്. പഠിച്ചിട്ടാണ് അവർ പറയുന്നത്. ഇവളെപ്പോലെ ഇങ്ങനെ ഡോക്ടറിൻ്റെ പരസ്യം ഇങ്ങനെ പരിഹസിക്കുന്നതെന്നല്ലായിരിക്കും. അതൊന്ന് കേൾക്ക്. സർക്കംസെഷൻ ഇൻ ബോയ്സ്, അതായത് ആൺകുട്ടികളിൽ ചെയ്യുന്ന സുന്നത്ത് കർമ്മം, അതിനെക്കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ എന്താ ഇതെന്ന് പറഞ്ഞൊരു സർജിക്കൽ പ്രൊസീജിയറാണെന്ന് നമുക്കറിയാം. അതായത് ആൺകുട്ടികളുടെ പെനിസിൻ്റെ ടിപ്പിലുള്ള സ്കിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണിത്. അതൊരു ഫോർ സ്കിൻ എന്ന് പറയും. അപ്പോൾ ഈ ഫോർ സ്കിൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോർ സ്കിൻ്റെ അടിയിലുള്ള, അതായത് ടിപ്പ് ഓഫ് ദി പെനിസ്, ഗ്ലാൻസ് എന്ന് പറയും, GLANS ഗ്ലാൻസ്. അപ്പോൾ ആ ഒരു ഗ്ലാൻസ് എന്ന് പറഞ്ഞ റീജിയനും അതുപോലെ മൂത്രം പുറത്തേക്ക് വരുന്ന യുറിത്ര അല്ലെങ്കിൽ മൂത്രനാളവും കൂടെ ആ ഒരു എയറുമായിട്ട് എക്സ്പോസ്ഡ് ആവുകയും ആണ് ഈ ഒരു സുന്നത്ത് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ്ഡ് ഫിസിഷ്യന് ഒരു ചെറിയ മിനിറ്റും വളരെ കുറച്ച് മിനിറ്റ്സ് കൊണ്ട് ഒരു ലോക്കൽ അനസ്തേഷ്യയുടെ സഹായത്തോടെ കോംപ്ലിക്കേഷൻസ് ഒട്ടും തന്നെ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒട്ടുമിക്ക ബോയ്സിലും ഇത് ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇത് ചെയ്യുന്നതിന് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം. ചില കുട്ടികൾ ജനിക്കുന്ന പാടെ ആ പെനിസിനെ മുഴുവൻ കവർ ചെയ്തിട്ടായിരിക്കും സ്കിൻ ഉണ്ടാവുക. അത് റിട്രാക്ട് ചെയ്യാൻ, പുറകോട്ട് വലിക്കാനോ അല്ലെങ്കിൽ അത് കുറച്ചും കൂടെ ബാക്കോട്ട് ആക്കാനോ വളരെ പ്രയാസമുണ്ടാവും. ഈ ഒക്കെ അവസരത്തിൽ സാധാരണയായിട്ടും സുന്നത്ത് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബേസിക് ആയിട്ടുള്ള ഈസിയർ ഒരു ഹൈജീനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഗുണം. നമുക്ക് ആ തൊലി ബാക്കോട്ട് റിട്രാക്ട് ചെയ്തിട്ട് അത് കഴുകുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ഹൈജീൻ കിട്ടും എന്നുള്ളതാണ്. പെനിസ് വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റും ഈ ഒരു സർക്കംസിഷൻ ചെയ്ത ബോയ്സിൽ. അതുപോലെ തന്നെ UTI അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിൻ്റെ ഒരു തോത് കുറയ്ക്കാം എന്നുള്ളതാണ്. ഇത് ഭയങ്കരമായിട്ടും കുറയ്ക്കില്ല, എന്നാൽ പോലും മൂത്രം തങ്ങി നിന്നിട്ടൊക്കെ ചെറിയ കുട്ടികളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് ഈ ഒരു ഫോർ സ്കിൻ റിമൂവ് ചെയ്യുന്നതിലൂടെ ആ മൂത്രം തങ്ങി നിൽക്കുന്നത് കുറയുകയും ഈസി ആയിട്ട് വൃത്തിയാക്കാൻ പറ്റുകയും അതുവഴി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നത് കുറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തത് ചെറിയൊരു ശതമാനം ഇതിന് പെനിസിൽ വരുന്ന പെനൈൽ ക്യാൻസറിനെ തടയുന്നു. പെനൈൽ ക്യാൻസർ തന്നെ വളരെ റെയർ ആയിട്ടുള്ള, അങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ അല്ല, റെയർ ആയിട്ടുള്ളൊരു ക്യാൻസറസ് കണ്ടീഷനാണ്. അപ്പോൾ ഇങ്ങനെ ഇത് തടയാൻ, ഇതിന് ഒരു കുറച്ചൊരു പരിധി വരെ ഈ പെനൈൽ ക്യാൻസറിനെ തടയാൻ വേണ്ടിയിട്ട് ഈ സർക്കംസെഷൻ ചെയ്യുന്നത് സഹായകരമാണ്. അടുത്തതായിട്ട് ഈ പെനിസിൻ്റെ ഒരു ഫോർ സ്കിന്ന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനെ ബാധിക്കുന്ന ഫൈമോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് ചെറുതായിട്ട് നീര് വെക്കുക, പെനിസിൻ്റെ ടിപ്പ്, ആ ഫോർ സ്കിൻ നീര് വെക്കുക, ഇങ്ങനെയൊക്കെ ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫൈമോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയെ തടയാനും ഈ ഒരു സർക്കംസെഷന് വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ ചില ആൾക്കാർക്ക് ചില ബോയ്സിന് ഈ ഒരു സ്കിന്ന്, ഫോർ സ്കിന്ന് വളരെ ടൈറ്റ് ആയിരിക്കും. ചില ബോയ്സിന് തീരെ ബാക്കോട്ട് റിട്രാക്ട് ആവില്ല, ചില ആൾക്കാർക്ക് കുറച്ച് മാത്രമേ റിട്രാക്ട് ആകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ റിട്രാക്ഷന് പ്രോബ്ലം വരുന്ന അവസ്ഥയിൽ, ടൈറ്റായിട്ട് സ്കിൻ ഇരിക്കുന്ന അവസ്ഥയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റ്നസ് കുറയ്ക്കാനും ഈസി ആയിട്ട് ബാക്കോട്ട് റിട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സർക്കംസെഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ പെനിസിൻ്റെ ടിപ്പിൽ വരുന്ന ഇൻഫ്ലമേഷനോ ഫോർ സ്കിന്നിൽ വരുന്ന ഇൻഫ്ലമേഷനോ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു സർക്കംസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വൃത്തിയായിട്ട് ബോയ്സിൻ്റെ, കുട്ടികളുടേത് വൃത്തിയായിട്ട് ആ ഒരു ബാക്കോട്ട് സ്കിൻ റിട്രാക്ട് ചെയ്ത് കഴുകി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ പ്രോപ്പർ കെയർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തടയാവുന്നതാണ്, സർക്കംസിഷൻ ചെയ്തില്ലെങ്കിൽ പോലും. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ജനിച്ച ഒരു വീക്കിനുള്ളിൽ തന്നെ ആൺകുട്ടികൾക്ക് ഈ സർക്കംസിഷൻ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വേദന കുറവായിരിക്കും, വളരെ ഈസി ആയിട്ട് പ്രൊസീജിയർ കഴിയും എന്നുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടെ വലിയവരാകുമ്പോഴത്തേക്കും അത് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടും. കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ ഇങ്ങനത്തെ ചെറിയ സർജിക്കൽ പ്രൊസീജിയർ ആണെങ്കിൽ പോലും. അപ്പം എന്നാലും റിലീജിയസ് ആയിട്ട് ചില മതങ്ങളിൽ, അതുപോലെ ചില റിച്വൽസിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ചില കൾച്ചറിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്തായാലും ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് വളരെ റെയറാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഈ സർക്കംസിഷൻ വരുത്തുന്നില്ല എന്നുള്ളത്. കണ്ടില്ലേ,
ഒരു വനിതാ ഡോക്ടർ പറഞ്ഞ വാക്കാണത്. എന്താണെന്ന് പറഞ്ഞത്? ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന ഗുണത്തിലുള്ളതെന്ന്. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈ ചങ്ങായി എന്ത് പറയുമ്പോഴും മുസ്ലിം സമുദായത്തിൻ്റെ തുണീൻ്റെ അകത്ത് നോക്കിയിട്ട് മാത്രം സംസാരിക്കുന്നതല്ലാതെ കണ്ട് ഇവൾക്ക് ലജ്ജ എന്ന് പറയുന്ന സാധനം ഇല്ലാന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം വെച്ചെങ്കിൽ സാധാരണ നമ്മൾ ലോകത്ത് ഒരുപാട് സഹോദരിമാർ ജീവിതത്തിൽ പല രൂപത്തിലും അകപ്പെട്ടുകൊണ്ട് പല കെണിയിലകപ്പെട്ടുകൊണ്ട് അവസാനം ജീവിതമെല്ലാം മുഖ്യ സന്ദർഭത്തിൽ ജീവിതം വാറ്റിപ്പേപ്പിന് വേണ്ടി മക്കളെ പോറ്റാൻ വേണ്ടി ലൈംഗിക തൊഴിലാളികളില്ല, വേശികളെന്ന് പറയുന്നത്. ആ പെണ്ണുങ്ങൾ പോലും ഞാനൊരു വേശിയെന്ന് അങ്ങോട്ട് പറയാറില്ല. അവർ വേശിയെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് അറിയുമായിരിക്കും. പക്ഷേ നമ്മൾ ആ സ്ത്രീ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നത് ഞാനൊരു വേശി തുറന്ന് പറയൂല. എന്തുകൊണ്ട്? അതിൻ്റെ ഒരു ഇജ്ജത്തിൻ്റെ അത് മാനമര്യാദ എന്നൊക്കെ പറയുന്നില്ലേ, അത് അവൾക്കുണ്ടാവും. അതുപോലും ഇവൾക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഒരാളെ വിമർശിക്കലും ഒരു മതത്തിനെ എതിർക്കലും ചെന്ന് തുണീൻ്റെ അകത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് മാത്രമല്ല, തുറന്നു വെച്ച പുസ്തകം പോലെ ഇങ്ങനത്തെ ഏതെല്ലാം കാര്യങ്ങൾ ഇന്ന് ലോകത്ത് പഠിക്കാനുണ്ട് മനുഷ്യന്മാർക്ക്. ഇതൊന്നുമല്ല. അപ്പോൾ യാഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറക്ക് നിരീശ്വരവാദികളോടും പറയാനുള്ളത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അപമാനം നീവുള്ളൂ. കാരണം വെച്ചെങ്കിൽ ഈ തുണീൻ്റെ അകത്ത് അല്ല വിമർശിക്കലും എതിർക്കലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം, അതൊരു വിമർശനമാവാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഇതെന്തെന്നാണ് പറയുന്നത്? ഏതെല്ലാം രൂപത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൊറ്റപ്പെട്ട വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അനാചാരങ്ങൾ ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം എന്ന് പറയാൻ പറ്റും. അത് ഏത് മതത്തിൻ്റെ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ മതത്തിൻ്റെ വിശ്വാസികൾ നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവൾ തൊഴിലാളിയാണ്, ഇവൾ പൈസ വാങ്ങിയിട്ട് മുസ്ലിങ്ങളെ വിമർശിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. ഇവൾക്കുള്ള കുറവെന്തെന്ന് വെച്ചാൽ ഒരു മുസ്ലിം പുരുഷനില്ല, പിന്നെ അറ്റം വെട്ടിയ സാധനത്തിനോട് ഇവൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഇത് മനസ്സിലായത്. അതാണ് പിന്നെ എതിർക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഭർത്താവുണ്ടെങ്കിലും ഓൻ അർത്ഥം വെട്ടിയോണാണെങ്കിൽ ഇതിനൊക്കെ എതിർക്കൂലേ? അപ്പോൾ അവനും എതിർക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ദീനുമായിട്ട് മതമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമായിട്ട് ഭർത്താവ് ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെയുണ്ടെങ്കിലും ഇവളെ നിലക്ക് നിർത്തുമോ? ഇങ്ങനെ പറയാൻ സമ്മതിക്കുമോ? അപ്പോൾ എതിർക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇവൾ പറയുന്നത്. അതുകൊണ്ട് ഇവളെ വീഡിയോ വന്നാൽ മുസ്ലിങ്ങളെ വിമർശിക്കുന്ന വീഡിയോ നോക്കിയിട്ട് വ്യൂസ് ഉണ്ടാക്കരുത് വെക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരും ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല, ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഡോക്ടർമാരൊക്കെ പറഞ്ഞത്? ഇവരൊക്കെ പഠിച്ചിട്ട്, ഇത് മാത്രമല്ല ഡോക്ടർമാർ പോലും ഒരുപാട് ഡോക്ടർമാർ ഇന്ന് ചില കർമ്മം ചെയ്യുന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. എന്തിനു വേണ്ടിയിട്ട് ഇത്? അപ്പം ഇന്ന് ഡോക്ടർമാർ കണ്ടുപിടിക്കുന്നത് പോലും ഇതിൻ്റെ യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ പിന്നെ വൈദ്യശാസ്ത്രം പറഞ്ഞതിന് മുമ്പേ അവർ ചെയ്ത് കാണിച്ചു തന്നു നമ്മൾക്ക് ഇന്ന ഗുണമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീട് നിന്നുകൊണ്ട് ഞാൻ നിർത്തുന്നത്. എൻ്റെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. കമൻറ്റ് ബോക്സിൽ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ആ സഹോദരനെ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്ത് നന്നാകട്ടെ ഒന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യാ റബ്ബൽ ആലമീൻ.